വറുത്തെടുക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വലിയ ടൈപ്പ് ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ ടൈപ്പ് ചെമ്മീനായിരുന്നാലും കുഴപ്പമില്ല. ഈ ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിക്കാം. ഇതുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് പകുതി വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് ആ മസാലയിലേക്ക് ഈ പകുതി വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ മിക്സ് ചെയ്തെടുക്കും. ഈ ചെമ്മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. ഇത് രണ്ടും കുറേശ്ശെ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ചെമ്മീനിൽ മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ ഒന്ന് പകുതി വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മളൊരു മസാല ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, 8 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചെമ്മീനുള്ളത് കൊണ്ട് ഒരു തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി വേണം, പിന്നെ മുളകിൻ്റെ പൊടിയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം. ഇത് ചെമ്മീൻ വറുക്കുമ്പോഴും വേണം, ഇതിലേക്ക് മസാല ഉണ്ടാക്കുമ്പോഴും ചേർക്കണം. പിന്നെ വേണ്ടത് കുരുമുളക് ചതച്ചതാണ്. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. ഇനി നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെമ്മീൻ എടുക്കാം. ഇത് വലിയ ടൈപ്പ് ചെമ്മീനായതുകൊണ്ട് ഈ ചെമ്മീൻ്റെ ഈ തലയുടെ ഭാഗവും നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ഏറ്റവും ആദ്യം ഈ തലയുടെ ഇവിടുത്തെ ഷെല്ല് മാറ്റാം. ഈ തലയുടെ ഇവിടുത്തെ ഷെല്ല് മാറ്റി കഴിയുമ്പോൾ ഈ ചെമ്മീൻ്റെ ഇവിടെ ഈ തലയുടെ മുകളിലായിട്ട് ഈ ചെമ്മീൻ്റെ അഴുക്കുണ്ടാവും. അപ്പോൾ നമ്മളൊരു കത്തി അല്ലെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് ഇത് മാറ്റിക്കളയാം. ഈ ചെമ്മീൻ്റെ ഈ തലയുടെ മുകളിലായിട്ട് ഇതേപോലെ അങ്ങനെ കാണും. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങി കട്ട് ചെയ്യേണ്ട, കുറച്ച് നീക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഇത് കുറച്ച് ഇവിടെ വയ്ക്കാം നമുക്ക്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള ഷെല്ലും മാറ്റാം. ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ്റെ തലയുടെ അടുത്ത് അഴുക്കും മാറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ ഷെല്ലും മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഈ ചെമ്മീൻ്റെ ഇവിടെ ഇങ്ങനെ നടുക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു വെയിനുണ്ട്, അത് നമ്മൾ മാറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് ഈ ചെമ്മീൻ്റെ ഈ തലയുടെ ഈ മോൾ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ താഴത്തേക്ക്. ഇവിടെയാണ് ഈ ചെമ്മീൻ്റെ വെയിൻ ഇരിക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പം കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരു വെയിൻ ഇരിക്കുന്നത്. അത് നമ്മളിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോരും, അത് നമ്മൾ മാറ്റി കളയണം. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന എടുക്കും. അത് ഇതേപോലെ നമ്മൾ ചെമ്മീൻ്റെ വെയിൻ മാറ്റാണ്ട് കറി വയ്ക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ സാധാരണ പറയുക ചെമ്മീൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന എടുക്കും എന്ന് പറയുന്നത്. അത് വലിയ ചെമ്മീൻ്റെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ വെയിൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇനി ബാക്കിയുള്ള ചെമ്മീനെ നമുക്ക് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ചെമ്മീനെല്ലാനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, മുളകിൻ്റെ പൊടി ചേർക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, അതും കുറച്ച് ചേർക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെമ്മീനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. നമുക്ക്
മീഡിയം ഫ്ലെയിമിലിടാം. ഇനി പതുക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് കൂടി തിരിച്ചിടാം. ഒരു സൈഡ് പതുക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. ഇപ്പം ചെമ്മീൻ രണ്ട് സൈഡും പതുക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ചെമ്മീൻ നമ്മൾ വറുത്തിട്ട് ഇതിങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ ഈ ചെമ്മീൻ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടണ്ട. ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലയ്ക്കും ആ ടിഷ്യൂ പേപ്പർ വലിച്ചിടും. പിന്നെ ഈ ചെമ്മീൻ നമ്മൾ ആ മസാലയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് ശരിക്കും അത്രയ്ക്ക് കിട്ടില്ല. ഈ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സെയിം വെളിച്ചെണ്ണയിലേക്കാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടി പോണത്. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണയായിരിക്കും ഈ ചെമ്മീനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചുവന്നുള്ളി ഇല്ലെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം സവോള ചേർക്കുക. പക്ഷേ ചുവന്നുള്ളി ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ശരിക്കും മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മൾ സവോളയ്ക്കും വഴറ്റിയെടുത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരെ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ മല്ലിപ്പൊടി അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. തീ ചെറുതായിട്ട് കുറച്ച് വെക്കണം. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മുളക് പൊടി അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക് ചേർക്കാം. അതും ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് ചതച്ചേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. തക്കാളി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് വേവണം. തക്കാളി നന്നായിട്ട് വെന്തിട്ട് ഇതിൻ്റെ എണ്ണയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ തക്കാളിയുടെ ആ പുളിയേക്കും ചെമ്മീൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചെമ്മീൻ ഫ്രൈ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണിത്.